ഒരു ജനതയുടെ നൂറ്റാണ്ടുകളായ കാത്തിരിപ്പിന് വിരാമമാകുന്നു. കുട്ടമ്പുഴയിൽ ബ്ലാവന പാലത്തിന്റെ സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്ക് തുടക്കം കുറിച്ചു. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ നിരവധി ആദിവാസി കുടികളാണ് യാത്രാ ദുരിതത്തിൽ നിന്ന് മോചിതരാകുന്നത്. ഒടുവിൽ ഒരു ജനതയുടെ കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. കുട്ടമ്പുഴയിൽ ബ്ലാവനപ്പാലം സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്ക് തുടക്കമായി. കുട്ടമ്പുഴ പഞ്ചായത്തിലെ 2-ാം വാർഡും ആദിവാസി മേഖലയിലേക്കുള്ള ഏക കടത്തുകടവുമായ ബ്ലാവനയിൽ ഒരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി തേര ആദിവാസി കുടി കാണിക്കാരൻ ചുങ്കൻ തായപ്പൻ, കുഞ്ചിപ്പാറ കാണിക്കാരൻ അല്ലി കൊച്ചലങ്കാരൻ, വാരിയം കാണിക്കാരൻ ചിന്നയ്യൻ അലങ്കാരൻ, തലവെച്ചുപറ കാണിക്കാരൻ പൊന്നുസ്വാമി വലിയ അലങ്കാരൻ, പ്രദേശവാസിയായ ജോർജ് കുട്ടി കുന്നത്താൻ, ഫാം ജനറൽ സെക്രട്ടറി സിജിമോൻ ഫ്രാൻസിസ് എന്നിവർ 2016 ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് 2020 നവംബർ 9 ജസ്റ്റിസ് എൻ നഗരേഷ് മൂവാറ്റുപുഴ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് 1 മാസത്തിനകം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ അനുമതിക്കായുള്ള അപേക്ഷ സമർപ്പിക്കണമെന്നും കേന്ദ്ര മന്ത്രാലയം കാലതാമസം കൂടാതെ തന്നെ അനുമതി കൊടുക്കണമെന്നും അടിയന്തരമായി പാലം പണി ആരംഭിക്കണമെന്നും വിധിച്ചിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് അനുമതിക്കായുള്ള അപേക്ഷ സമർപ്പിച്ചെങ്കിലും പാലത്തിന്റെ ഇരുകരകളിലും പുഴയിലുമായി 10 സെന്റിമീറ്റർ വ്യാസത്തിൽ 8 ബോർഹോളുകൾ അടിക്കാൻ 4 വർഷങ്ങളായിട്ടും വനം വകുപ്പ് അനുമതി കൊടുക്കാത്തതിനെ തുടർന്ന് പാലം പണി അനിശ്ചിതത്വത്തിലായി. തുടർന്ന് 2024 ഹർജിക്കാർ വീണ്ടും കോടതിയെ സമീപിക്കുകയും പാലം നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾക്കായി 8,93,000 രൂപ കെട്ടിവെച്ച് വിവരം കോടതിയെ അറിയിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തതിനെ തുടർന്ന് തുക കെട്ടിവയ്ക്കുകയും ചെയ്തിരുന്നു. കോടതിയുടെ നിരീക്ഷണത്തിൽ പാലം പണിയുന്നതിനായുള്ള സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. തേര, കുഞ്ചിപ്പാറ, വാരിയം, തലവെച്ചുപാറ, മീൻകുളം, മാപ്പിളപ്പാറ, ചേമ്പുംകണ്ടം, പെട്ടിവര ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലകൾക്കും കല്ലേലിമേട് നിവാസികൾക്കും ബാഹ്യലോകവുമായി ബന്ധപ്പെടുന്നതിനുള്ള ഏക മാർഗമാണ് ബ്ലാവനക്കടവിലെ ജങ്കാർ സർവീസ്. ഇവിടെ അപകടങ്ങൾ പതിവായതിനാലും വാഹനങ്ങളടക്കം ജങ്കാർ പലതവണ ഒഴുക്കിൽപ്പെട്ടു പോയിട്ടുള്ളതിനാലും രാത്രികാലങ്ങളിൽ കടത്തില്ലാത്തതിനാലും ബ്ലാവനക്കടവിൽ ഒരു പാലം പണിയണമെന്നുള്ള ആവശ്യത്തിന് പഞ്ചായത്തിന്റെ അത്ര തന്നെ പഴക്കമുണ്ട്. 2013 ആദിവാസി മേഖലയിലെ ഊരുകൂട്ടവും ജനപ്രതിനിധികളും ഹർജിക്കാരും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ട് ആവശ്യമുന്നയിച്ചതിനെ തുടർന്ന് മന്ത്രി PK ജയലക്ഷ്മിയും PT തോമസ് MPയും സ്ഥലം സന്ദർശിച്ചു. പാലം പണിയേണ്ടതിന്റെ ആവശ്യകത 2013 തന്നെ സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് 102 മീറ്റർ നീളവും 7.5 മീറ്റർ വീതിയിലുമുള്ള പാലത്തിന്റെ എസ്റ്റിമേറ്റ് വനം വകുപ്പിനും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും അനുമതിക്കായി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വനം വകുപ്പ് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് തുടർച്ചയായി അനുമതി നിഷേധിക്കുകയായിരുന്നു. അവഗണിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തെ ചേർത്ത് നിർത്തി 10 വർഷക്കാലം നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമായാണ് ബ്ലാവനപ്പാലത്തിന്റെ സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുള്ളതെന്നും വനം വകുപ്പ് ഉയർത്തുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് പാലം യാഥാർത്ഥ്യമാക്കുമെന്നും ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി സിജിമോൻ ഫ്രാൻസിസ് പറഞ്ഞു. കുട്ടമ്പുഴ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ അധിവസിക്കുന്ന പ്രദേശമാണ് ഈ 2-ാം വാർഡായ കല്ലേലിമേട്. അവിടെ ഒരു പാലം വേണമെന്നുള്ളൊരു ആവശ്യമായിട്ട് ആദിവാസി ഉന്നതിയിലെ മൂപ്പന്മാരടക്കം 2016 കേരള ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് 2020 1 മാസത്തിനുള്ളിൽ ആ പാലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നടപടികൾ ആരംഭിക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ട് അത് PWD സമയബന്ധിതമായിട്ട് നടപടികളിലേക്ക് കടന്നു. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റിലേക്ക് പോകാനായിട്ട് ഒരു കരയിൽ 2 ബോർഹോൾ 10 സെൻറ്റിമീറ്ററിൻ്റെ വീതിയിൽ വ്യാസത്തിൽ, മറ്റേ കരയിലും 2 ബോർഹോൾ, നടുക്ക് 4 ബോർഹോൾ, അങ്ങനെ 10 സെൻറ്റിമീറ്റർ വ്യാസത്തിൽ 8 ബോർഹോൾ അടിക്കാനായിട്ട് 5 വർഷമായിട്ട് വനം വകുപ്പ് അനുമതി കൊടുത്തിട്ടില്ല. എന്നിട്ട് 2024 വീണ്ടും ഈ ആദിവാസി സഹോദരങ്ങളടക്കം നമ്മൾ ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി ഫയൽ ചെയ്തു. ഹൈക്കോടതി വളരെ സീരിയസ് ആയിട്ട് ആ മാറ്റർ എടുത്തു. എന്നിട്ട് 8,93,000 രൂപ ചീഫ് സെക്രട്ടറിയോട് ഇതിൻ്റെ സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്ക് വേണ്ടി കെട്ടിവെക്കാൻ പറഞ്ഞു. അത് കെട്ടിവെച്ചിട്ട് തന്നെ 3 മാസമായി, എന്നിട്ടും നടപടികൾ ആരംഭിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം നിയന്ത്രണത്തിൽ തന്നെ സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ കുട്ടമ്പുഴ പഞ്ചായത്തിൻ്റെ അത്രയും തന്നെ പഴക്കമുണ്ട് ഇവിടെ ഒരു പാലം വേണമെന്നുള്ള ആവശ്യത്തിന്. നമ്മൾ ഈ ബ്ലാവനയിൽ നിന്ന് ഉൾക്കാട്ടിലേക്ക് പോയി
നോക്കിക്കഴിഞ്ഞാൽ 30-40 കിലോമീറ്റർ ഉൾക്കാട്ടിൽ നിന്ന് ഈ രാത്രികാലങ്ങളിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വന്യമൃഗങ്ങളെ പേടിച്ച് മ്ലാവന കടവിൽ വന്നാലും ഇക്കരയ്ക്ക് കടന്നു പോകാൻ മാർഗമില്ലാതെ അവിടെ തന്നെ കിടക്കേണ്ട സാഹചര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എത്രയോ ദുരിതമാണ് അവിടെയുള്ള ആൾക്കാർ അനുഭവിക്കുന്നതെന്നറിയാമോ? ഹർജിക്കാർക്ക് വേണ്ടി ഫാം ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മാത്യു ദേവസ്യ അയമനത്തിലാണ് ഹാജരാകുന്നത്. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.